നാണമില്ലേ രാഹുൽ ഗാന്ധി എന്ന് എനിക്കെന്നല്ല ഒരു ഭാരതീയനും രാഹുലിനോട് ചോദിക്കാൻ സാധിക്കില്ല. കാരണം അത് ഇല്ല. ചോദിച്ച് ചോദിക്കുന്നവർക്ക് നാണമില്ലാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ പോലും രാഷ്ട്രീയ കളി കളിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ പൊന്നോമന പുത്രൻ രാഹുൽ ഗാന്ധി. മൻമോഹൻ സിംഗിനെ BJP അപമാനിച്ചു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത നാടകം. BJP പ്രസിഡന്റ് JP നദ്ദ കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് കണക്കിന് മറുപടി കൊടുത്തിരിക്കുകയാണ്. സംസ്കാരം ഡൽഹിയിലെ നിംഗംപോത്ത് ഘട്ടിൽ നടത്തിയത് മൻമോഹൻ സിംഗിന് അവഹേളനമാണ് എന്ന് ആരോപിച്ച് പപ്പു രംഗത്ത് വരികയായിരുന്നു. സിംഗിന്റെ സ്മാരകത്തിനായി കേന്ദ്രം സ്ഥലം അനുവദിച്ചതായി ഈ വിവരം കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് എന്നും നദ്ദ മറുപടി കൊടുക്കുകയായിരുന്നു. പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ മാന്യമായി പരിഗണിച്ചില്ലായിരുന്നുവെന്നും നദ്ദ എടുത്തു പറയുന്നു. നദ്ദ പറയുന്നത് ഇങ്ങനെയാണ്: മൻമോഹൻ സിംഗിന്റെ ദുഃഖകരമായ നിര്യാണത്തിലും കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും രാഷ്ട്രീയ കളികൾ നടത്തുന്നത് ദുഃഖകരമാണ്. ജീവിച്ചിരിക്കുമ്പോൾ മൻമോഹൻ സിംഗിനെ ബഹുമാനിക്കാൻ തയ്യാറായിരുന്നില്ലാത്ത കോൺഗ്രസ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ രാഷ്ട്രീയ കളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഒരിക്കൽ മൻമോഹൻ സിംഗിന്റെ മുന്നിൽ ഓർഡിനൻസ് കീറിപ്പറിച്ച് അദ്ദേഹത്തെ അപമാനിച്ചയാളാണെന്നും ഇന്ന് അതേ രാഹുൽ ഗാന്ധി സിംഗിന്റെ നിര്യാണത്തിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്തെടുക്കാൻ ശ്രമിക്കുന്നതിനെ പറ്റിയും നദ്ദ വ്യക്തമായി പറയുന്നുണ്ട്. മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിനായി കേന്ദ്രം സ്ഥലം ഒരുക്കിയതായി നദ്ദ വിശദീകരിച്ച് പറയുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപടികൾ സ്വീകരിച്ചെന്നും സിംഗിന്റെ കുടുംബത്തോടുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ കൈമാറിയതായി നദ്ദ വ്യക്തമായി പറയുന്നുണ്ട്. ഡോക്ടർ BR അംബേദ്കർ, സർദാർ പട്ടേൽ തുടങ്ങി പ്രമുഖ ദേശീയ നേതാക്കളെ കോൺഗ്രസ് അവഹേളിച്ചെന്നും നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന് സ്മാരകം സ്ഥാപിച്ചത് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അതിനു മുമ്പേ സോണിയാഗാന്ധി ഈ നിർദ്ദേശം തള്ളിയതാണ് എന്നും അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 2020 മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ നിര്യാണത്തിന് ശേഷം കോൺഗ്രസ് പ്രവർത്തക സമിതി അനുസ്മരണ യോഗം ചേരാൻ പോലും തയ്യാറായിട്ടില്ല എന്നും നദ്ദ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതൊക്കെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവരുടെ കള്ള പ്രചാരണങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് തന്നെയാണ്. ഗാന്ധി കുടുംബം ദേശസ്നേഹിയായ ഒരു നേതാവിനും ന്യായമായ ബഹുമാനം ഒന്നും തന്നെ നൽകിയിട്ടില്ല. അംബേദ്കർ മുതൽ രാജേന്ദ്ര ബാബു, സർദാർ പട്ടേൽ, ലാൽ ബഹദൂർ ശാസ്ത്രി, നരസിംഹറാവു, പ്രണബ് മുഖർജി, അടൽ ബിഹാരി വാജ്പേയി വരെ ആരെയും അവഹേളിക്കാതെ വിട്ടിട്ടുമില്ല. ഇതൊക്കെ ചരിത്രം പഠിച്ച ഏതൊരാൾക്കും നന്നായി അറിയാവുന്ന വിഷയം തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സമാധി സ്ഥലത്തിന് സ്ഥലം നൽകുകയും കുടുംബത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും അതിനെക്കുറിച്ചുള്ള തെറ്റായ വാർത്തകൾ കോൺഗ്രസ് പ്രചരിപ്പിക്കുകയാണ് എന്നും നദ്ദ നമ്മളോട് പറയുകയാണ്. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കോൺഗ്രസ് നേതാക്കളും ഇത്തരത്തിലുള്ള കള്ള രാഷ്ട്രീയങ്ങൾ ഒഴിവാക്കണമെന്നും BJP ആവശ്യപ്പെടുകയാണ്.